ഞങ്ങൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പൊ ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു 2 ദിവസം കഴിഞ്ഞ്, അതായത് തിങ്കളാഴ്ച ഞങ്ങൾ SP ഓഫീസിൽ പോകുന്നുള്ളത്. ഞങ്ങൾ പോയി, ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. അപ്പോൾ അതിന്റെ കുറച്ച് അപ്ഡേഷൻ അറിയിക്കാന്ന് വിചാരിച്ചു അല്ലേ. ഞങ്ങൾ ഈ ഒരു കേസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒഴിവാക്കാന്ന് വിചാരിച്ചതായിരുന്നു. കാരണം ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം കുട്ടികളായിരുന്നു. 15 വയസ്സിന്റെ മേലേക്ക് ഒരാളെ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു കുട്ടിക്ക് എത്ര വയസ്സ്? 8 വയസ്സ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ഇന്നലെ രാത്രി വീണ്ടും കമന്റ് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും കമന്റ്. ഒരുത്തൻ വരിയായിട്ട് ഇവരെ നമ്മൾ ഇങ്ങനെ തെരഞ്ഞു ചെല്ലുമ്പോൾ ഓരോ ഗ്രൂപ്പിലെത്തും. ആ ഗ്രൂപ്പിലെത്തുമ്പോൾ അതിലുള്ള ചർച്ചകൾ കണ്ടാ ഞെട്ടിപ്പോവും. ഇപ്പത്തെ മക്കള് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങും. എന്നിട്ട് അത് വെച്ചിട്ട് അമ്മയും അച്ഛനും കാണാതെ ഇവര് കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള വീഡിയോസ്. ഇപ്പോ ഞാൻ പറഞ്ഞൊരു കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അവൻ ചെയ്ത പണി എന്താണെന്നറിയോ? 400 രൂപയ്ക്ക് ഈ വീഡിയോ വിറ്റിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അവന്റെ വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം. ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കേ. ഹലോ, നിന്റെ വയസ്സ് എത്രയാ? 8 വയസ്സ്. നിനക്ക് ഇവിടുന്ന് വീഡിയോ കിട്ടിയേ? ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ കേറി എന്നുവെച്ചാ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ കയറ്റിയിട്ട് നോക്കുമ്പോ എന്നുവെച്ചാ ഞാൻ ഇത് ചുമ്മാ ഇങ്ങനെ കണ്ടോ, ചുമ്മാ ഇങ്ങനെ അറിയാതെ പറ്റിപ്പോയതാണ്. അവന്റെ സൗണ്ട് ഞാൻ പറയട്ടെ, ഈ കുട്ടിയുടെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇവൻ ഇനി വല്ലതും ചെയ്ത് അതിന്റെ പുറകെ എനിക്ക് നടക്കേണ്ടി വരും. അത് വേറെ. നിങ്ങൾക്ക് പറയാനൊരു കാരണം, നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ഫോട്ടോയും പോസ്റ്റ് ചെയ്യുക, അത് കണ്ടാണ് കുട്ടികൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ആ ഒരു ഫോട്ടോയിൽ ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞ വലിയൊരു സംഭവം? ഇനി അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് വിചാരിച്ചോ എന്ന് വെച്ചിട്ട് മറ്റുള്ള ഈ പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് എടുത്തിട്ട് മോർഫ് ചെയ്യാനും അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യാനും ഇങ്ങനെയുള്ള വീഡിയോ കാണാനുള്ള ഒരു ലൈസൻസ് ആണോ അത്? ഉവൈസ്, എടാ മോനെ ഉവൈസേ, അവൻ എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്കാലത്ത് എവിടെ പോയാലും ക്യാമറേന്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ക്യാമറയാണ്. മനസ്സിലായില്ല? ആ ഒരു ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറെ ആൾക്കാർ ഞങ്ങളെ കുറ്റം പറഞ്ഞു. നിങ്ങൾ ചെയ്താണ് തെറ്റ്, ഞങ്ങളാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. ഞാൻ ചോദിക്കട്ടെ, തെറ്റായിക്കോട്ടെ, പക്ഷെ എന്ന് വെച്ചിട്ട് ഇതെല്ലാവർക്കും അത് ചെയ്യാനാണ്. അപ്പൊ ഇത് ചെയ്തു വെച്ച ഈ 4ാം ക്ലാസ്സിലെ കുട്ടിയും ഈ 8ാം ക്ലാസ്സിലെ കുട്ടിയും അതേപോലെ തന്നെ ഈ 17 വയസ്സുള്ള ആൾക്കാരൊക്കെ ഇവരൊക്കെ ചെയ്താണ് കറക്റ്റ്. അപ്പൊ ഈ അല്ല ഞാൻ അതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ ഉവൈസ് എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടവനും ഈ കുട്ടികളും തമ്മിൽ എന്താ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈക്വലാണ്. കാരണം അവൻ ആ കുട്ടികൾ ചെയ്ത ആ ഒരു കാര്യത്തെ പറ്റി ഒരു വാക്ക് അതിൽ പറയുന്നില്ല. ആ കുട്ടികൾ എന്നാ പറയണം, നിങ്ങൾ ചെയ്ത് തെറ്റാണ്, പക്ഷെ കുട്ടികൾ ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം നീ പറഞ്ഞോ? ഈ വീഡിയോ നീ കാണുന്നുണ്ട്, നീ പറ, നീ ആ കാര്യം പറഞ്ഞോ? ഇത് ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും മാത്രമല്ല അതേപോലെയുള്ള കുറെ കമന്റ്സുകളും. ഞങ്ങളുടെ പരാതി ഇത്രയാണ്, ഞങ്ങളുടെ 2 ഫോട്ടോ മാത്രമേ അതിലുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. അതിന്റെ ഒറിജിനൽ വീഡിയോ ഇന്നലെ രാത്രി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വെറും 9 സെക്കൻഡ് വീഡിയോ ആണ്. ഞങ്ങളുടെ കയ്യിൽ അതിന്റെ 31 സെക്കൻഡ് വീഡിയോ ഉണ്ട്. അതിൽ കറക്റ്റ് ആയിട്ട് പെണ്ണിന്റെ മുഖവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല ആ ഒരു പെണ്ണിന് എന്താണ് ഇതിന് പറയാ, മൈക്രോബ്ലേഡിങ്. ആ പെണ്ണ് മൈക്രോബ്ലേഡിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ ഒരു പെണ്ണിന്റെ ഈ പല്ല് ഇറങ്ങിയിട്ടാണ്. ഇതേ വീഡിയോ ആ തമിഴ്നാട്ടിലെ പെണ്ണിന്റെ പേരെന്താ, പൂജ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പേരിൽ ഇതേ വീഡിയോ ആ പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഏതായാലും ഇതിന്റെ ഒറിജിനൽ വീഡിയോയും അതുപോലെ തന്നെ ഇത് ചെയ്ത സൈറ്റ് എല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് അവൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി ചെയ്തവനാണോ എന്ന് അറിയില്ല. എന്തായാലും ഒരുത്തർ ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു, ചേട്ടാ ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പേ കുറെ കാലം മുമ്പ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് അമ്മു ചേച്ചിന്റെ വീഡിയോ അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ അന്നേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നോക്കിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അവൻ ഇന്നലെ എനിക്ക് രാത്രി മെസ്സേജ് അയച്ചു, ചേട്ടാ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഗൂഗിളിൽ കയറിയിട്ട് അവൻ ആ ഒരു സൈറ്റിന്റെ ലിങ്ക് വരെ എനിക്ക് എടുത്ത് അയച്ചു തന്നു. ഇതിൽ കയറിയിട്ട് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആ സൈറ്റും കാര്യങ്ങളും ഞാൻ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആൾക്കാർ വീണ്ടും മുതലെടുക്കും. ഇവർ ആ ഒരു വീഡിയോ അതായത് അമ്മൂസിന്റെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വളരെ ക്വാളിറ്റി കുറഞ്ഞ് എക്സ്പോർട്ട് ചെയ്തതിലാണ് ആ ഒരു വീഡിയോ നമുക്ക് മനസ്സിലാവാത്തത്. ഇന്നലെ രാത്രി ഒരുത്തം വിളിച്ച് കരഞ്ഞിട്ട്, ഇവനൊക്കെ ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കുന്നതിന്റെ കാരണം മനസ്സിലായോ? ഇതൊരു കേസായി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്താണെന്നുള്ള ഞാൻ അവനോട് പറഞ്ഞു. അതിനുശേഷമാണ് അവൻ അമ്മാരി കരച്ചിൽ കരഞ്ഞത്. നിങ്ങൾ പറഞ്ഞു, അതായത് ഈ ഒരു കേസിൽ നിങ്ങൾ പെട്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഗൾഫ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പാസ്പോർട്ട് കിട്ടൂല, ഒരു പെണ്ണ് പോലും കിട്ടൂല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ വീട്ടുകാർ നാട്ടുകാരൊക്കെ ചോദിക്കുക, നീ ഇങ്ങനെ ഒരു മോനായിരുന്നോടാന്ന്. എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ ലൈഫ്? ആ പെണ്ണിന്റെ മൈക്രോബ്ലേഡിങ് ചെയ്തിട്ടുള്ള പുരികം, ഇതും പിന്നെ ഇറങ്ങിയ പല്ല് ടാറ്റു, ഇത് മാത്രം മതി. ഞങ്ങൾ ഓൾറെഡി SP ഓഫീസിലെല്ലാം കൊടുത്ത് തെളിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെതല്ല എന്നുള്ളത്.
ഇനി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് വിറ്റവരും കണ്ടവരും ഈ കണ്ട നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഷെയർ ചെയ്യുക. നിങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യാൻ മാത്രമേ അവന്മാര് വിൽക്കുന്നുണ്ട്, പൈസക്ക് വിൽക്കുന്നുണ്ട്. നിങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത് ലീക്ക്ഡ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നവരും ഇത് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ പേരിൽ ഈ ഒരു കേസ് വന്നാൽ ലൈഫ് ലോങ് നിങ്ങളുടെ പേര് ആ ഒരു കേസിൽ നിന്നും പോവില്ല. നിങ്ങൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല. ഇവിടെ കമന്റ് ബോക്സിലോ നിങ്ങൾ ബാഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും മതി. 2 വർഷം നിങ്ങൾ അകത്ത് കിടക്കും. നിങ്ങൾ ഡൗട്ട് ഉണ്ട് ചെക്ക് ചെയ്ത് നോക്ക്. 2 വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട് ഒരു ബാഡ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ. എന്തായാലും ഒരു കാര്യം പറയാലോ, ഞങ്ങളുടെതല്ല എന്നുള്ളത് ഞങ്ങൾ SP ഓഫീസിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇതിൽ 31 സെക്കൻഡ് ഒറിജിനൽ വീഡിയോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒറിജിനൽ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പൊ എന്തായാലും നമ്മൾ SP ഓഫീസിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളത് ചെയ്യില്ല എന്ന് കുറെ ആൾക്കാർ വിചാരിച്ചിരുന്നിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ അങ്ങോട്ട് ചെയ്തു. നമ്മൾ ഇതിപ്പോ ചെയ്യാതിരുന്നാണല്ലോ, നാളെ ഇതവന്മാർ വേറെ വല്ല രീതിയിൽ ഇറക്കും. നിങ്ങൾ വേറൊരു കാര്യം ചിന്തിച്ചോ, ഇതിപ്പോ ഞങ്ങൾ ഇത്രയും ഒരു ഫേമസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയത് ഞങ്ങളുടെതല്ല എന്നുള്ളത്. ഒരു സാധാരണ ഒരു പെൺകുട്ടിയുടേതായിരുന്നെങ്കിൽ ആ പെണ്ണിന്റെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് അല്ലേ? ആ പെണ്ണൊക്കെ, ഞാൻ ആ ഒരു കാര്യം ചിന്തിക്കുക. എടാ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, മറ്റുള്ള അമ്മൂസിനെ പോലെ ആവില്ല മറ്റുള്ള പെണ്ണുങ്ങള്. ചിലപ്പോൾ അവരൊക്കെ പേടിച്ചിട്ട് അല്ലെങ്കിൽ നാണക്കേട് വിചാരിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ മക്കളെ നിങ്ങളൊക്കെ ചെയ്യുന്ന എത്രയോ വലിയ തെറ്റാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. വേഗം ഞാൻ പറയാം, അങ്ങനെയുള്ള സാധനം ഉണ്ടെങ്കിൽ മാക്സിമം ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഫോണ് നിങ്ങൾ പഠിക്കാനെങ്കിൽ പഠിക്കാൻ ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് എന്തായാലും ഇനി ഇത്രേ പറയാനുള്ളൂ. ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുന്നു പറഞ്ഞു, ചെയ്തു. ഇനി നമ്മുടെ SP ഓഫീസ് നമ്മൾ വിളിക്കും, നമ്മൾ പോവും. ആളെ കിട്ടിക്കഴിഞ്ഞാൽ